അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന അപഹരണത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന വിമർശനം ശക്തം. സ്വാഭാവികം. ഇതുവരെ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പ്രതികൾ എത്ര ഉന്നതരായാലും ജയിലിൽ അടയ്ക്കണമെന്നും അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. 200 കോടിയോളം രൂപയും കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്ന SIT നിഗമനത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷൻ ജനറൽ സെക്രട്ടറിയായ ക്ഷേത്ര ട്രസ്റ്റും സംശയത്തിന്റെ നിഴൽ. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കും. എന്റെ പൊന്നു ദൈവമേ, ഈ ന്യൂസ് കണ്ടപ്പോ ഞാൻ ഞെട്ടാനുള്ള കാരണം നമ്മുടെ സുരേഷ് ഗോപി കുറെ നാളിന് മുമ്പ് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു. ഇതാ നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ. സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ 2 വിത്ത് കഴിഞ്ഞ തവണ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മര്യാദയ്ക്ക് കട്ടെടുത്തോണ്ട് പോയി ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വെക്കടോ എന്ന് പറയുന്ന ശബ്ദമുയർന്നേന്. 2 പേര് കേറിയിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നെന്ന്. ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന രാമക്ഷേത്രത്തിൽ നിന്നാ എല്ലാം അടിച്ചോണ്ട് പോയത്. എന്തായാലും ഇവര് കൊള്ളാം, മൊത്തത്തിൽ കലക്കിയിട്ടുണ്ട്. അല്ല, കേരളത്തിൽ ഇവരുടെ റേറ്റ് കൂടിയിരുന്നെങ്കിലേ ക്ഷേത്രത്തിന്റെ പാളിയല്ല, ക്ഷേത്രം തന്നെ ഇവര് കൊണ്ടുപോയേനെ എന്നാ എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്രാഥമിക അന്വേഷണത്തിൽ 200 കോടി രൂപയും കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന വജ്രം, സ്വർണം, വെള്ളി ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലിൽ അന്വേഷണ സംഘം എത്തി. കാണിക്ക എണ്ണി തിട്ടപ്പെടുത്തുന്ന 5 ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. എന്തായാലും ഇതിന്റെ അന്വേഷണമൊക്കെ തുടങ്ങിയാലേ വല്ല വലിയ ആൾക്കാരിൽ ചെന്ന് നിൽക്കും. അവരത് തൂത്തുമായിച്ച് അല്ലെങ്കിൽ ഒന്നും അറിയാത്ത പാവങ്ങളുടെ മോളിൽ ചുമത്തുമായിരിക്കും അല്ലേ? മൊത്തത്തിലുള്ള ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് താണ്ടി ഈ സീന ഓർമ്മ വന്നേ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലേക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദമു, എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ? പോടാ.